ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. വ്യാപാരാവശ്യത്തിനായി ക്രിസ്ത്വബ്ദം 644 മാലിക് ദിനാർ മലബാർ തീരത്ത് കപ്പലിറങ്ങുന്നതോടെയാണ് ഇസ്ലാം മതം കേരളത്തിലും ഭാരതത്തിലും എത്തിച്ചേരുന്നത്. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി കാസർഗോട്ട് പണിയിച്ചതും അദ്ദേഹമാണെന്നാണ് വിശ്വാസം. പിന്നീട് 18-ാം ശതകത്തിൽ ഹളർമൗത്തിൽ നിന്ന് ഉത്തര കേരളത്തിലെ മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്ത് എത്തിച്ചേർന്ന സയ്യിദ് അലിയാണ് മലബാറിലെ ഹുസൈനി നബി കുടുംബത്തിന് അടിത്തറയിട്ടത്. അഹ്ലു ബൈത്തി ഉദക്കിറുക്കുമുല്ലാഹു ഫി അഹ്ലി ബൈത്തി ഇന്ന മസല അഹ്ലി ബൈത്തി മസലു സഫീനത്തി നൂഹ് മൻ റകിബഹ നജ വമൻ തറകഹ ഖസിറ. ഈ വീടിന്റെ വാതിലുകൾ ഒരിക്കലും അടയ്ക്കുന്നില്ല. ആർക്കും എപ്പോഴും കടന്നുവരാം. മലപ്പുറത്തെ കൊടപ്പനയ്ക്കൽ തറവാട്. നബി പരമ്പരയിലെ സ്നേഹ തേജസ്, മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ, മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്. ഏറനാടൻ ഗ്രാമത്തിന്റെ ഹരിതാഭമായ മനസ്സുപോലെയാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്ന ഈ മുറ്റം. ഇവിടെ ഒരിക്കലും തിരക്കൊഴിയുന്നില്ല. പ്രഭാതം തൊട്ടേ തുടങ്ങുകയാണ് ഏതോ പുണ്യകേന്ദ്രത്തിലേക്കെന്ന പോലെ ആളുകളുടെ പ്രവാഹം. രാവേറെ ചെല്ലുമ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, വ്യവസായികൾ, തൊഴിലാളികൾ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള വഴികൾ കൊടപ്പനക്കലേക്ക് തുറക്കുന്നു. ഒരുപാട് വാതിലുകളിൽ മുട്ടിയവർ, വൈദ്യശാലകളും തീർത്ഥാടന കേന്ദ്രങ്ങളും നീതിന്യായ കോടതികളും കയറി മടുത്തവർ, സാന്ത്വനത്തിനു വേണ്ടിയുള്ള അലച്ചിലിനൊടുവിൽ പാണക്കാട് തങ്ങളുടെ മുറ്റത്ത്. ആത്യന്തികമായി രക്ഷിക്കുന്നത് ദൈവം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും ദുഃഖങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തങ്ങളുപ്പാപ്പ തന്നെ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധം. ദുഃഖിതർക്ക് ഇതൊരത്താണ്. ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ, ആശ്രയമില്ലാത്തവർക്ക് അഭയം, വ്യവഹാരികൾക്ക് കോടതി. ഇവിടെ ജാതിയുടെ വേലിക്കെട്ടില്ല, മതത്തിന്റെ വേർതിരിവില്ല. രോഗത്തിന്റെ, ദുരിതത്തിന്റെ, ഓർമ്മകളുടെ സങ്കടവുമായി അവർ വരുന്നു. അവർ ദുഃഖങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. സ്നേഹത്തിന്റെ വിശുദ്ധ സാന്ത്വനം ഇവിടെ നിന്ന് തിരിച്ചെടുക്കുന്നു. നിരാശയുടെ ഇരുട്ടുമായി അവർ എത്തുന്നു, പ്രതീക്ഷയുടെ പ്രകാശവുമായി മടങ്ങുന്നു. PMSA പൂക്കോയ തങ്ങളുടെയും ചെറുകുഞ്ഞി ബീവിയുടെയും പുത്രനായി 1936 മെയ് 4 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ മാതൃഗൃഹത്തിൽ ജനിച്ചു. പഴമള്ളൂരിലെ സയ്യിദ് ഹാമിദ് കുഞ്ഞി സീതി കോയ തങ്ങളുടെ മകളാണ് ചെറുകുഞ്ഞി ബീവി. മദറെല്ലാം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെ മദറ് അഞ്ചത്തിണ്ടായിരുന്നു, കിളാമ. അവരാണ് എന്നെ ഇങ്ങനെ എടുത്ത് നടന്നതൊക്കെ. ഈ പറമ്പിലൊക്കെ അവർ എന്നെ എടുത്ത് നടക്കും. പിന്നെ നമ്മുടെ കശുമാവുകൾ ധാരാളമുണ്ട്, അവിടെ പോയിട്ട് അതിൻ്റെ പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കും. ഇങ്ങനെയുള്ള അവസരം. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. പിന്നെ അവിടെ നിന്ന് റോഡൊന്നും ഞാൻ അറിയാലോ, എല്ലായിടത്തും നടന്നു പോകണം. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം അങ്ങോട്ട്, ഈ പാറപ്പുറത്ത്. അങ്ങനെയൊരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെറിയൊരു പള്ളിക്കൂടാണ്. അവിടെ പോയിട്ട് ചെറുപ്പത്തിൽ ഖുർആനിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ അത് ചെറിയ ഒരൊറ്റ അധ്യാപകം മാത്രമേ ഉള്ളൂ, ഒരു 8-10 കുട്ടികളും. അങ്ങനെ അവിടുത്തെ പഴയ കാലത്തുള്ള സിസ്റ്റം. പിന്നെ ക്ലാസ് സിസ്റ്റം അങ്ങനെ ആയിട്ടില്ല.
അങ്ങനെ കുറച്ച് കാലം അതിൽ പഠിച്ചു. പിന്നെ വീട്ടിൽ വരും, പിന്നെ ഭക്ഷണം കഴിക്കും. അതുപോലെ പിന്നെ കുട്ടികളൊപ്പം ഇവിടെയൊക്കെ നടക്കും, ഇങ്ങനെ ഇലകൾ പെറുക്കും, പുഷ്പങ്ങൾ പെറുക്കും. ഇങ്ങനെയുള്ളൊരു സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഉമ്മക്ക് ഒരു രോഗം ബാധിച്ചു. അത് ക്ഷയരോഗമായിരുന്നു. അത് ഞാൻ 10-12 വയസ്സുണ്ടാവും. അന്ന് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ട് ആദ്യമൊരു ചികിത്സ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ചികിത്സയ്ക്ക് ശേഷം പിന്നെ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ അതിൻ്റെ പേരുള്ള ഒരു ഡോക്ടറാണ്. അങ്ങനെ കോയമ്പത്തൂർ പോയിട്ട് അവിടെ ഒരു വീടെടുത്ത് താമസിച്ചു. അപ്പം അന്ന് മദറെ വാപ്പട്ടായിരുന്നു, കുറച്ച് താടി വെച്ചിട്ടുള്ള. അന്ന് കോയമ്പത്തൂർ പോയപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ആ ടൗണിൽ പോകും, സാധനങ്ങൾ വാങ്ങും, പഴം എന്തൊക്കെ വാങ്ങിയിട്ട് അവിടെ വെച്ച് വീട്ടിൽ വെച്ച് സാധനം ഉണ്ടാക്കും. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാമതും ആ രോഗം ബാധിച്ചു. എന്നിട്ട് ഇവിടെ പാണക്കാട്ട് നിന്ന് മരിച്ചത്. ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരനായത് മൂപ്പരവിടെ നിന്ന് ഇങ്ങനെ വരുന്ന നേരത്തെ നമ്മളിവിടെ പണിയൊന്നുമില്ല, ജോലി ഒന്നുമില്ലാതെ നിൽക്കല്ലേ. അപ്പോൾ മൂപ്പർ വന്നാൽ ഇവിടെ വന്നാൽ അറിയാം. പിന്നെ ഞങ്ങളുണ്ടാവും ഇങ്ങനെ കൂട്ടായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുളത്തിൽ ഉണ്ട്, അവിടെ പോയി നോക്കും. മീൻ ഉണ്ടായിരുന്നു, അതൊക്കെ കാണും. പാട്ട് പാടിയിട്ട് മ്യൂസിക് ഉണ്ടാക്കി നിങ്ങൾ ആ തപ്പിൻ്റെ മുകളിൽ ഒരു ഈർക്കിളി പിടിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് മ്യൂസിക് ആവും. അപ്പോൾ പാട്ട് പാടാനുള്ള ഒരു മ്യൂസിക് ചെയ്യുന്നത്. വെട്ടിപ്പാട്ട് പോലെ ഇളയമ്മക്ക് പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ട് പാടിപ്പിച്ച് നടന്ന് അങ്ങേറ്റം വടക്കാര് വരെ നടന്ന് റോഡൊന്നും ഇല്ലല്ലോ, അങ്ങനെ പോവും. പൂക്കോയ തങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയഞ്ഞി കോയ തങ്ങളുടെ അനുജൻ സയ്യിദ് അലിക്ക് മക്കളില്ലാത്തതിനാൽ അദ്ദേഹം പൂക്കോയ തങ്ങളെ ദത്തുപുത്രനാക്കി കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇത് പുത്രനായ ശിഹാബ് തങ്ങളുടെയും വീടായി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭവനമായി. സാമുദായിക ചലനങ്ങളുടെ അവസാനത്തെ കോടതിയായി. 1947 പൂക്കോയ തങ്ങൾ രാഷ്ട്രീയ സാമുദായിക രംഗത്തിറങ്ങുന്നത്. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി മുസ്ലിം ജനത അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. അന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടി പറഞ്ഞതാണ് ഈ ചുമരുകൾ. സമുദായത്തിന്റെ സ്പന്ദനമറിഞ്ഞതാണ് ഈ വീട്. അതിന്നും ഉടവ് തട്ടാതെ സൂക്ഷിച്ചു പോരുന്നു. ലോകമെങ്ങും നബി പരമ്പര വ്യാപിച്ചു കിടക്കുന്നു. ഈ പരമ്പരയിലെ 40ാം കണ്ണിയാണ് ശിഹാബ് തങ്ങൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമുദായിക ആചാര്യനുമായിരുന്ന മുതുമുത്തച്ഛൻ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ ബ്രിട്ടീഷ് സർക്കാർ 1862 അറസ്റ്റ് ചെയ്ത് മരണപര്യന്തം വെല്ലൂർക്ക് നാടുകടത്തി. പാണക്കാട് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ സയ്യിദ് മുഹമ്മദ് കോയഞ്ഞി കോയ തങ്ങളാണ് മുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ മഖ്ബറ ഇന്നും അവിടെയുണ്ട്. PMSA പൂക്കോയ തങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീനാണ് പിതാവ്. അദ്ദേഹം 1917 ജനിച്ചു. 1975 ജൂലൈ 6 മരണം. ഈ വീട്ടിൽ പിതാവിന്റെ രാഷ്ട്രീയ സാമുദായിക ജീവിതം കണ്ടാണ് ശിഹാബ് തങ്ങൾ വളർന്നത്. രാഷ്ട്രീയത്തിന്റെ ഗൃഹപാഠം അങ്ങനെ അദ്ദേഹം ഹൃദിസ്ഥമാക്കി. പാണക്കാട് DMRT സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മതപഠനവും സ്കൂളിൽ തന്നെയായിരുന്നു. കുഞ്ഞാമു മുല്ലയായിരുന്നു ആദ്യ ഉസ്താദും മാസ്റ്ററും.
1953 നമ്മൾ SLCക്ക് പഠിക്കുമ്പോൾ ഇരുന്നിരുന്ന ക്ലാസ്സായിരുന്നു. നമ്മൾ SLC ക്ലാസ്സാണ് ഇത്. അന്ന് രാവിലെ തന്നെ നമ്മൾ ക്ലാസ് മാസ്റ്റർ സെൽവം മാസ്റ്ററാണ്. രാവിലെ ഫസ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമറാണ്. ആ ഫസ്റ്റ് ക്ലാസ് എന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ചില ആൾക്കാർക്ക് അത് മടുപ്പൻ ക്ലാസ്സാണ്. ചില നല്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് താല്പര്യമുള്ള ക്ലാസ് അല്ല. നമ്മളൊക്കെ കുറേ നല്ല പഠിക്കുന്ന കുട്ടികൾ നല്ല ശ്രദ്ധിച്ചിരിക്കും. ആ ക്ലാസ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ആശ്വാസമാണ്. ഗ്രാമർ നമ്മളെ കുറിച്ച് പഠിച്ചല്ലോ, കുറച്ച് അറിഞ്ഞെന്നുള്ള. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്ലാസ് മധുരവനം കൃഷ്ണക്കുറുപ്പിൻ്റെ ക്ലാസ്സാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ അല്ലേ? സോഷ്യൽ സ്റ്റഡീസ്. കൃഷ്ണക്കുറുപ്പ് മാഷ് വളരെ പ്രസിദ്ധനായ സാമൂഹ്യ പ്രവർത്തകനാണ്. കേരളത്തിലെ സാഹിത്യകാരനാണ്. കേരളത്തിൽ മുഴുവനും ആളുകളായിരുന്നു. അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രം എടുക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ക്ലാസ്സിലെ. അതുപോലെ അന്ന് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഈ ടി വി മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹം നല്ല ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ള, അതുപോലെ അറബി ഭാഷ പഠിച്ച ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ 1-2 പീരിയഡ് നമ്മൾ ഈ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ശേഷനാരായണ മാഷിൻ്റെ മറ്റേ ക്ലാസ്സിലേക്ക് സയൻസ് ലാബറട്ടറിയിലേക്ക് യാത്ര പോകും. അതൊരു നല്ല സന്തോഷം എല്ലാവർക്കും അല്ലേ? അദ്ദേഹം എൻ്റെ കല്യാണത്തിൻ്റെ അവസരത്തിൽ ഞാൻ ക്ഷണക്കത്ത് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ടി മുസക്കോയ, അദ്ദേഹത്തോടൊപ്പം എൻ്റെ വീട്ടിൽ വന്ന് കല്യാണത്തിൽ പങ്കെടുത്തു. അതെ. അപ്പം ഞങ്ങളോട് വളരെ അടുപ്പമുള്ള ഒരു അധ്യാപകനായിരുന്നു ശേഷനാരായണൻ. നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. പിറ്റേ ദിവസം മാഷ് റിപ്പീറ്റ് ചെയ്യാൻ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും. നമ്മൾ കുട്ടികൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാഷ് കരയും. 1953 പരപ്പിൽ MM ഹൈസ്കൂളിൽ നിന്ന് SSLC വിജയിച്ചു. പിന്നീട് തലക്കടത്തൂർ, കാനാഞ്ചേരി, തോഴന്നൂർ ദർസുകളിൽ മതപഠനം തുടർന്നു. 1958 മുതൽ 67 വരെ ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിൽ ഇസ്ലാമിക് സ്റ്റഡീസും 1961 മുതൽ 66 വരെ കെയ്റോ സർവകലാശാലയിൽ അറബി സാഹിത്യവും പഠിച്ചു. എന്നെ സംബന്ധിച്ചോളം ഷിഹാബ് തങ്ങൾ ഒരു മിണ്ടാപ്പൂച്ചായിരുന്നു. പിന്നിലാണ് ഇരിക്കാറ്. പക്ഷേ അന്ന് അറബി ഇതിൽ ഞാനും ഷേലിയാണ് നമ്പർ 1, 2 അടിച്ചത്. മിണ്ടാറില്ല. അങ്ങനത്തെ തങ്ങൾ ഇപ്പോൾ അറബിയിൽ നല്ലോണം സംസാരിക്കും. നമ്മൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ ബാച്ചിൽ ഒരു പ്രത്യേകത എന്താ ഉണ്ടായിരുന്നെങ്കിൽ അതുവരെ ഇവിടെ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ദിശാബോധം പഠിച്ച് എന്തെങ്കിലും ആകണം എന്നുള്ളത് നമ്മളെ ബാച്ച് തൊട്ടിട്ടായത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ് ഇതെല്ലാം വരാൻ കാരണം. ഡിബേറ്റിംഗ് ക്ലാസ്സിൽ പ്രസംഗിക്കാൻ വിളിച്ചാൽ പിന്നോട്ടാ അധികം വരില്ല. പക്ഷേ പാട്ട് പാടും. തലത്ത് മുഹമ്മദിൻ്റെ പാട്ടാണ് അധികം പാടൽ. അന്ന് നമ്മൾ ഡിബേറ്റിംഗ് സൊസൈറ്റി ഒന്നിക്ക് പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഉപന്യാസം വായിക്കണം, അല്ലെങ്കിൽ കവിത, പാട്ട് ആരെങ്കിലും പാടണം. അപ്പോൾ തങ്ങൾ ഇതിൽ എപ്പോഴും സെലക്ട് ചെയ്യൽ പാട്ട് പാടുന്നില്ല. ആ ശബ്ദം പോയി. बचपन के दिन बुलाना देना, बचपन के दिन बुलाना देना, आज हंसे कल रुलाना देना, बचपन के दिन बुलाना देना. സീനിയർ സിറ്റിസണിൽ ഡോക്ടർ മാധവൻകുട്ടി ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചീഫ് ഗസ്റ്റ് വന്നിരുന്നു. അന്ന് ഇത് പലതും പറഞ്ഞ സ്ഥിതിക്ക് തങ്ങളെടുത്തൊരു സ്റ്റാൻഡിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞാനതിലൊരു ഒരു സെക്രട്ടറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം തങ്ങളെടുത്ത സ്റ്റാൻഡ് ഇന്ന് ഇത്ര അധികം ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടാകാനുള്ള നിലനിർത്താനുള്ള കാരണം ഇദ്ദേഹമാണെന്ന് പറഞ്ഞപ്പം വളരെ അഭിമാനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ, ഒരു സഹപാഠി എന്ന നിലയിൽ. അന്ന് കേരളം മറ്റുള്ള സംസ്ഥാനം വ്യത്യസ്തമായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ വർഗീയമായ സംഘടനകൾ പലതും നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാവരും സ്നേഹത്തോട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സദ്യയാണെങ്കിൽ അതിന് ക്രിസ്ത്യൻ വരും, ഹിന്ദു വരും. അതുപോലെ ഹിന്ദുവിൻ്റെ സദ്യയാണെങ്കിൽ മുസ്ലിം വരും. ഇങ്ങനെ ഒരു അവർ തമ്മിലുള്ളതായ ഒരു സൗഹൃദം മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമാധാനം ഉണ്ടായത്.
ത്രികാലങ്ങളെ സമഗ്രമായി കാണാനാകുമ്പോൾ ഭേദചിന്ത മാഞ്ഞു പോകുന്നു. സ്നേഹത്തിൻ്റെ നറുനിലാവിൽ പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്നു. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ കരുതലും സൂക്ഷ്മതയും പഠിപ്പിക്കാനാണ് ഓരോ പൂവും വിടരുന്നത്. അവയ്ക്കൊപ്പമാകുമ്പോൾ ആ കലാഹൃദയം ദീപ്തമാകുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നാം പ്രകൃതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കും. ഒരു റോസാപ്പൂ നിങ്ങളെടുത്ത് അതിൻ്റെ ഓരോ ഇതളും പുഷ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൽ ദൈവത്തെ കാണാൻ സാധിക്കും. ഓരോ പുഷ്പത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രത്യേകമായ ഡിസൈനുകൾ, ഇതെല്ലാം തന്നെ നമ്മളുടെ കഴിവിന് അതീതമാണ്. അപ്പോൾ മനുഷ്യർക്കൊന്നും കഴിയാത്ത രീതിയിലുള്ളതായ ഒരു സംവിധാനം ഈ പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഏത് മതമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പ്രവാചകൻ പറയുന്നു, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. അതായത് മനുഷ്യവംശത്തിൻ്റെ ആരംഭം ആദമാണ്. ആദമാണെങ്കിൽ മണ്ണിൽ നിന്നും. അപ്പോൾ ദൈവം ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആ ആദം നബിയുടെ പരമ്പരയാണ് ലോകത്ത് കാണുന്ന മനുഷ്യർ. അപ്പോൾ ആ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വിഭാഗീയതയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ദരിദ്രനും അതുപോലെ ധനവാനും തമ്മിലുള്ള വ്യത്യാസമില്ല. എല്ലാവരും മനുഷ്യനാണെന്നുള്ളതായ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്. അത് കാരണം മനുഷ്യരെ സ്നേഹിക്കുവാനും അവർക്ക് അവരുടെ കണ്ണീരൊപ്പുവാനുള്ള പ്രചോദനം നമ്മൾ ലഭിക്കും. ഈജിപ്തിലെ പഠനം പൂർത്തിയാക്കി പരിശുദ്ധ മെക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച ശേഷം 1966 നാട്ടിൽ തിരിച്ചെത്തി. ആ വർഷം നവംബർ 24 നിക്കാഹം കഴിഞ്ഞു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൾ ഷെരീഫ ഫാത്തിമ ബീവിയാണ് ഭാര്യ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഖദീജ ബീവി, കുഞ്ഞു ബീവി, മുല്ല ബീവി എന്നിവർ സഹോദരങ്ങളാണ്. സുഹറ, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ഫൈറൂസ, സമീറ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഫാത്തിമ ബീവി ദമ്പതികളുടെ മക്കൾ. പോക്കു, മുജീബ്, അലവിക്ക എന്നീ മൂവർ സംഘം ശിഹാബ് തങ്ങളുടെ കർമ്മപഥത്തിലെ സഹചാരികളാണ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് 1975 സെപ്റ്റംബർ 1 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി. പാർട്ടി സ്ഥാപനങ്ങളുടെ ചുമതലയും ഏറ്റെടുത്തു. അതോടെ രാഷ്ട്രീയ സാമുദായിക തിരക്കിലേക്ക് ജീവിതം എത്തപ്പെട്ടു. വളരെ പെട്ടെന്ന് പുതിയ സാഹചര്യവുമായി ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്വമായ തീരുമാനങ്ങൾ മൂലം അദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെട്ടു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, സീതി സാഹിബ്, പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ്, പൂക്കോയ തങ്ങൾ, CH മുഹമ്മദ് കോയ തുടങ്ങിയവരുടെ നേതൃപാടവം കൊണ്ട് പടുത്തുയർത്തിയ മുസ്ലിം ലീഗിന്റെ ശക്തി ശിഹാബ് തങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ മടിച്ചെത്തിയ അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് അനുയായികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച് അനിഷേധ്യ നേതാവായി. പിതാവ് സ്റ്റേറ്റ് ലീഗ് പ്രസിഡൻ്റായിരുന്നു. ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുമെന്ന് പല ഭാഗത്തു നിന്നും സമ്മതമുണ്ടായി. പലരും വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാരണം രാഷ്ട്രീയത്തിൽ അധികം പരിചയമില്ലാത്ത ഞാൻ ഈ സ്ഥാനം വായിക്കുന്നത് എങ്ങനെയായിരിക്കും. അങ്ങനെ വളരെയധികം ഒഴിഞ്ഞു മാറിയതിന് ശേഷം പിന്നെ ഒരവധി പറഞ്ഞു. പിതാവ് മരിച്ചതാണ്, ഒരു 40 ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അന്നിവിടെ നമ്മുടെ നേതാക്കളായ BV അബ്ദുൽ സാഹിബ്,
CH മുഹമ്മദ് സാഹിബ് എന്നുള്ളതായ നേതാക്കളുണ്ടായിരുന്നു. അവരെല്ലാം വീണ്ടും സമ്മതം ചെലുത്തി. അങ്ങനെ അവർ തന്നെ തീരുമാനിച്ചു എന്നെ പ്രസിഡൻ്റാക്കണമെന്ന്. അങ്ങനെ ഒരു യോഗം ചേർന്നു, അതിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ എനിക്ക് പ്രയാസം തോന്നിയെങ്കിലും BB അബ്ദുൽ ഖാദർ സാഹിബിൻ്റെയും CHൻ്റെയും ഉപദേശങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിക്കാനുള്ളതായ എല്ലാവിധ ഉപദേശങ്ങളും നൽകി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് മെല്ലെ മെല്ലെ എഴിഞ്ഞു വന്നു. ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് എല്ലാവരും കണ്ടത്. പക്ഷേ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് ശിഹാബ് തങ്ങളുടെ നേതൃത്വമുണ്ടാക്കിയ ഗുണപരമായ മാറ്റം അധികമാരും ഒരുപക്ഷെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുകയില്ല. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 25 വർഷമൊന്നും പറഞ്ഞില്ല, മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥിതിവിശേഷവും ഇന്നും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. സ്വാഭാവികമായും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഈ മാറ്റത്തിൽ മുസ്ലിം സമുദായത്തിനും വിദ്യാഭ്യാസപരമായ ഒരു നോളജ് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിലുള്ള ഗുണപരമായ മാറ്റം എന്താ? വനിതാ വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസം നിർബന്ധമാണ്, പക്ഷേ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആ പ്രാധാന്യം, മതവിദ്യാഭ്യാസത്തിൻ്റെയും മതവിജ്ഞാനത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അത് സമുദായത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ വളരെ നിശബ്ദമായ ഒരു സേവനമാണ് ശിഹാബ് തങ്ങൾ നടത്തിയത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ബഹുമാനായ ശിഹാബ് തങ്ങൾ ശരിക്കും പറഞ്ഞാൽ പട്ടുപോലത്തെ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലീഡർഷിപ്പ് ഏറ്റെടുത്ത കാലം നോക്കൂ, അഭ്യസ്തവിദ്യരായ ആളുകൾ അത്ര അധികമില്ല. അപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ലീഗിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അദ്ദേഹം ആരാ? വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ. അദ്ദേഹം വിദേശത്ത് പോയി ഡിഗ്രി എടുത്തിട്ടുള്ള ആൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല അവഗാഹം ഉള്ള ആൾ. ഉറുദു, അറബിക്ക്, ഇംഗ്ലീഷ് തുടങ്ങി ഏത് ഭാഷയും അദ്ദേഹത്തിന് വഴങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കേരളത്തിൽ മാത്രമല്ലല്ലോ, ശിഹാബ് തങ്ങളെ കുറിച്ച് അറിയാത്ത ആരുണ്ട് ഇന്ന് ദേശീയ തലത്തിൽ? ഡൽഹിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മുസ്ലിം ലീഗിൻ്റെ അനുയായികൾ അവർ അച്ചടക്കമുള്ള അനുയായികളാണ്. ഈ സംഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് കാരണം വിഷമമൊന്നുമില്ലാതെ കണ്ട് പ്രശ്നം പരിഹരിക്കുവാനും രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാനും പാർട്ടി വളർത്തിയെടുക്കാനും സാധിച്ചു. സാമൂഹ്യ രംഗത്ത് ഇനിയും പല സേവനങ്ങൾ ചെയ്യുവാനുണ്ട്. അങ്ങനെ സമൂഹത്തിലെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നേതാക്കളുടെ ഭാഗത്തും അനുയായികളുടെ ഭാഗത്തുമുള്ളതായ ആ സമ്പ്രദായം അതൊരിക്കലും തന്നെ പാർട്ടി ഗുണകരമല്ല. അപ്പോൾ നമ്മുടെ ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതായ പാവപ്പെട്ട ആളുകളുണ്ട്, അടിത്തട്ടിലുള്ള ആളുകളുണ്ട്. അവരുള്ളതായ ആ ബന്ധവും ആ സമൂഹത്തിൻ്റെ ഉന്നതിക്കുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ളൂ. അതല്ലാതെ സമൂഹത്തെ വിട്ടുകൊണ്ടുള്ളതായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇനി ഭാവിയില്ല. പ്രത്യേകിച്ചും ഇന്ന് എല്ലാ പാർട്ടിയും കാണുന്ന പാർലമെൻ്ററി വ്യാമോഹം, അതും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു ശരിയായ സ്വഭാവമല്ല. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുക, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ പിൽക്കാലത്ത് മാതൃകയായ UDF മുന്നണി സംവിധാനത്തിന്റെ മുഖ്യ സംവിധായകരിൽ ഒരാളാണ് ശിഹാബ് തങ്ങൾ. മുന്നണിയിലെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും തന്റെ സൗമ്യ സാന്നിധ്യം കൊണ്ട് തന്നെ പരിഹരിക്കുന്ന സമുന്നത നേതാവാണ് അദ്ദേഹം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളായ മുസ്ലിങ്ങളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും നേതൃത്വം നൽകുന്നതിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. ഓരോ വേദിയിലും മതസൗഹാർദ്ദത്തിൻ്റെയും തീവ്രവാദ വിരുദ്ധതയുടെയും ദീപശിഖകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യനും എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ആ സമൂഹമായി സൗഹൃദം ജീവിച്ചുകൊണ്ട് മാത്രമേ
ഈ സമുദായത്തിന്റെ അവകാശം നേടിക്കാൻ സാധ്യമായുള്ളൂ. അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ വർഗീയതയും മതപരിഭാഗിതയും തീവ്രവാദവും ഒന്നും തന്നെ മുസ്ലിം അംഗീകരിക്കുന്നില്ല, മുസ്ലിം അംഗീകരിക്കുന്നില്ല. വാസ്തവത്തിൽ അങ്ങനെയുള്ളതായ തീവ്രവാദങ്ങൾക്കും നശീകരണ പ്രവർത്തനങ്ങളും മുസ്ലിം എതിരാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തീവ്രവാദം കൊണ്ട് ഒരു നേട്ടവും നാട്ടിലുണ്ടാവുന്നില്ല, സമൂഹത്തിലുണ്ടാവുന്നില്ല. നാട്ടിനും സമൂഹത്തിനും നാശമാണ് അതുണ്ടായിട്ടുള്ളത്. തിരക്കേറിയ രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനങ്ങൾക്കിടയിലും സാഹിത്യാഭിരുചിയും രചനാ വൈഭവവും പ്രകടമാക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. 2007 SK പൊറ്റക്കാട് സാഹിത്യ അവാർഡ് അദ്ദേഹത്തിന്റെ മതം, സമൂഹം, സംസ്കാരം എന്ന ലേഖന സമാഹാരത്തിനായിരുന്നു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ AK ആന്റണി പുരസ്കാര സമർപ്പണം നടത്തി. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തങ്ങളെ കാണുമ്പോഴെല്ലാം അദ്ദേഹം അധികം സംസാരിക്കത്തില്ല. വീട്ടിൽ ചെന്നാൽ നല്ല ഭക്ഷണം നൽകും. ഞാൻ അധികം ഭക്ഷണപ്രിയനല്ലാത്തതുകൊണ്ട് തങ്ങളുടെ ആതിഥ്യം എനിക്ക് അധികം അതുപോലെ അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാം നന്നായിട്ട് അത് ആസ്വദിച്ചാണ് മടങ്ങിപ്പോന്നിട്ടുള്ളത്. പക്ഷേ പോകാൻ നേരത്ത് അദ്ദേഹം പറയാറുണ്ട്, നമുക്ക് ആ നരേന്ദ്രൻ കമ്മീഷന്റെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനമെടുക്കുന്ന കാര്യം. ജാതിക്കും മതത്തിനും പാർട്ടിക്കും അതീതമായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇവിടെയേറെ പല കലാപങ്ങളുണ്ടായ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കണ്ടു. അദ്ദേഹം അപ്പോഴെല്ലാം ആ സമയത്ത് ആളിപ്പടരുന്ന തീ അണയ്ക്കാൻ ശാന്തനായി സമചിത്തതയുടെ, വിവേകത്തിന്റെ, സമ്മേളനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ സന്ദേശവാഹനായിരുന്നു അദ്ദേഹം. ഈ പുസ്തകം അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും നാളുകളിൽ സ്നേഹത്തിന്റെയും സമവായത്തിന്റെയും പ്രകാശം ചൊരിഞ്ഞ് ശിഹാബ് തങ്ങൾ കർമ്മവീഥിയിൽ യാത്ര തുടരുന്നു. ഈ പ്രകാശവീഥിയിലൂടെ മക്കളായ ബഷീർ അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും അനുയാത്ര ചെയ്യുന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ആർജിച്ച തേജസ്സും കരുത്തും അവർക്ക് പിൻബലമേകുന്നു. രാഷ്ട്രീയവും സാമുദായികവുമായ തിരക്കുകളുടെ യാത്രയ്ക്കൊപ്പം ആത്മീയ യാത്രയും ശിഹാബ് തങ്ങൾ നടത്തുന്നു. എപ്പോഴും ആ ഹൃദയം അള്ളാഹുവിന്റെ വചനത്തിലും കാരുണ്യത്തിലും ഉൾച്ചേർന്നു നിൽക്കുന്നു. ഇന്ന് ലോകത്ത് നാഗരികത പതിച്ചേരുകയാണ്. ഈ നാഗരികത പതിച്ചേരുമ്പോൾ മനുഷ്യനറിയാതാവും. ഒരു നഗരത്തിൽ, ഒരു ഫ്ലാറ്റിൽ, ഒരു കെട്ടിടത്തിലെല്ലാം ജീവിക്കുമ്പോൾ ഈ ഫ്ലാറ്റിലുള്ളതായ ആളുകൾ അടുത്ത ഫ്ലാറ്റിലെ ആളുകൾക്ക് പരിചയമില്ല. ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ളതായ ആ ബന്ധം അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം മനുഷ്യൻ തമ്മിൽ സ്നേഹത്തിന് പകരം വിദ്വേഷവും അതുപോലെ മനുഷ്യർ തമ്മിലുള്ളതായ അക്രമങ്ങളും വർദ്ധിച്ചു വരാൻ പ്രധാനമായ കാരണം അതാണ്. അപ്പോൾ ഈ അവസ്ഥ മാറ്റുവാൻ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികബോധം, മതബോധം വളർത്തുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമേ മനുഷ്യ സ്വാതന്ത്ര്യം ലോകത്തുണ്ടാവുകയുള്ളൂ. اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اجعل خير الاسلام وادفعنا كل البلاء والاعداء اللهم انزل رحمة وبركة على العالم. نحن في هذه الأيام نواجه كثير من المشاكل ولكن أنزل علينا الطمأنينة وسلامة القلوب. اللهم بارك لنا في أعمالنا.